PCOD ഉള്ളവരിൽ ആരൊക്കെയാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിർബന്ധിതരായിട്ടുള്ളത്? കാരണം ലീൻ PCOS ഉണ്ട്, അതല്ലാതെ ഒബേസ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്ന PCOD ഉണ്ട്, PCOS ഉണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ, അതായത് PCODന്റെ കൂടെ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും അവരുടെ വെയിറ്റ് BMIക്കുള്ളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് മോർണിംഗിൽ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുക എന്നുള്ളത്. ഇതിന് 2 രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണുള്ളത്. PCOD ഉള്ള ആൾക്കാരിൽ നമുക്കറിയാം എൻഡോമെട്രിയൽ തിക്നെസ് ഇഷ്യൂസ് ഒക്കെ, ബ്ലീഡിങ് കൂടുതലുള്ള ആൾക്കാരിലൊക്കെ എൻഡോമെട്രിയൽ തിക്നെസ് കുറവായിരിക്കും. നമുക്ക് കൺസീവ് ചെയ്യണമെങ്കിൽ, അതായത് ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ, ഭ്രൂണം യൂട്രസിന്റെ അകത്ത് പറ്റിപ്പിടിക്കണമെങ്കിൽ, അത് വളരാൻ വേണ്ടി സഹായിക്കണമെങ്കിൽ നമുക്ക് 8 mm തിക്നെസ് വേണം. അതിൽ കുറഞ്ഞ ആൾക്കാർ, അതായത് റിപ്പീറ്റഡ്ലി ബ്ലീഡിങ്ങും മെൻസസ് പീരീഡ്സും ഒക്കെ പോലെ വരുന്ന ആൾക്കാരിൽ ഈ പറയുന്ന നോർമൽ എൻഡോമെട്രിയൽ തിക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയൊരു ജ്യൂസാണ് ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത്. ഒന്ന്, ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ജ്യൂസിലുള്ള നൈട്രിക് ഓക്സൈഡ് സഹായിക്കും. രണ്ടാമത്തത്, ഈ ഫാറ്റി ലിവർ ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒബേസ് ആണെങ്കിൽ വെയിറ്റ് ലോസിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PCOD ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ട്, തടി കൂടുതലാണ്, ഇംപ്ലാന്റേഷൻ പ്രോപ്പറായിട്ട് നടക്കാനുള്ള സാധ്യതയില്ല കാരണം എൻഡോമെട്രിയൽ തിക്നെസ് കുറവാണ് എന്നിവ ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഏർലി മോർണിംഗ് ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതായിരിക്കും.